ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാത്രിയിൽ അങ്ങനെ വിഷ്ണുവും ശാലിനിയും പപ്പിമോളും സത്യമോളും എല്ലാവരും ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുവാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പക്ഷേ പപ്പിമോൾ മാത്രം ഉറങ്ങിയിട്ടില്ല. അതാരും ഒട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല. പപ്പിയാണിങ്ങനെ ഓരോന്ന് ഓർത്ത് കിടക്കുക. ശാലിനി പൈസ എടുത്തതിന് വഴക്ക് പറഞ്ഞതും അടിച്ച് പുറം പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർത്ത് അവൾക്ക് സങ്കടം വരുന്നുണ്ട്. ചേച്ചിയമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ എന്നെ വഴക്ക് പറഞ്ഞത്? എന്നെ ഇഷ്ടമില്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനാ ഇനി നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ശാരദാമ്മയുടെ വീട്ടിലെത്തണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അമ്മയെ ഫോൺ വിളിക്കണം. അങ്ങനെയൊക്കെ പപ്പിമോളിങ്ങനെ മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് പതുക്കെ എഴുന്നേറ്റ് കതവ് തുറന്ന് വെളിയിലോട്ട് പോവുകയാണ്. ഈ സമയത്ത് ശാലിനിയും വിഷ്ണുവും സത്യവും എല്ലാം നല്ല ഉറക്കത്തിലാണ്. പപ്പിമോളെ നോക്കുമ്പോൾ മുറ്റത്ത് ശാലിനിയുടെ കാറ് കിടപ്പുണ്ട്. ആ കാറെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് എന്തുവാ ഓർക്കുന്നതെന്നറിയില്ല. എന്നിട്ട് പതുക്കെ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങുമ്പോൾ ജയശ്രീയുടെ അച്ഛൻ കാണുന്നുണ്ട്. പെട്ടെന്ന് ജയശ്രീയുടെ അച്ഛൻ കുഞ്ഞിൻ്റെ കയ്യെ കയറി അങ്ങ് പിടിക്കുവാണ്. മോൾ എന്താ ഈ സമയത്ത് എവിടെ പോവാ? എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നിങ്ങനെ പപ്പി പറയുവാണ്. അപ്പോൾ ജയശ്രീയുടെ അച്ഛൻ കരുതുവാണ്, ഓ കുഞ്ഞ് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നു വരുവാണെന്ന്. അതിനെന്താ, മോക്ക് അമ്മയൊക്കെ ഞാൻ കാണിച്ചു തരാമല്ലോ എന്നും പറഞ്ഞ് ജയശ്രീയുടെ അച്ഛൻ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് വിഷ്ണുവും ശാലിനിയും കൂടെ പപ്പിയും എഴുന്നേൽക്കുന്നുണ്ട്. ആരായിരിക്കും ഈ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത്? അപ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, വിഷ്ണുവേട്ടാ പപ്പി എവിടെ? അപ്പോൾ ജയശ്രീയുടെ അച്ഛൻ വീണ്ടും കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ ശബ്ദമൊക്കെ ആയിട്ട് ജയശ്രീയുടെ അമ്മയും ജയശ്രീയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ജയശ്രീ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, അതെ കുഞ്ഞ് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുവാണെന്ന് തോന്നുന്നു, അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുവും ശാലിനിയും കൂടെ കതവ് തുറന്ന് പുറത്തു വരുമ്പോൾ പപ്പിയും കൈക്ക് പിടിച്ചുകൊണ്ട് ജയശ്രീയുടെ അച്ഛനും ജയശ്രീയുടെ അമ്മയൊക്കെ അവിടെ നിൽക്കുവാണ്. പപ്പിയെ അവിടെ കണ്ടത്, അയ്യോ മോളെ പപ്പി എന്നും പറഞ്ഞ് ശാലിനി ഓടി വരുവാണ് പപ്പിയുടെ അടുത്തോട്ട്. അപ്പോൾ ജയശ്രീയുടെ അച്ഛൻ പറയുക, കുഞ്ഞെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നു വരികയായിരുന്നു. ഞാൻ കണ്ടത് മഹാഭാഗ്യമായിപ്പോയി, അല്ലെങ്കിൽ വല്ലൂടെ ഇറങ്ങിപ്പോയാൽ എന്തായാനേ? അപ്പോൾ ശാലിനി പപ്പിയോട് ചോദിക്കുക, മോളെ എന്താ മോളെ ഇങ്ങനെ? അതെ എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ഞാനേ ഉറക്കത്തിലൊന്നും എഴുന്നേറ്റ് പോയതല്ല, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി തന്നെ പോയതാ. അപ്പോൾ ജയശ്രീയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത് മോളുടെ അമ്മയല്ലേ? മോളുടെ അമ്മ വേറെയാണോ? എന്തു പറയണമെന്നറിയാതെ വിഷ്ണുവും ശാലിനിയും ഒന്ന് പരുങ്ങുന്നുണ്ട്. പെട്ടെന്ന് വിഷ്ണു പറയാം, അതെ വൈഫിൻ്റെ അമ്മയെ മോള് വിളിക്കുന്ന അമ്മയെന്നാ. അപ്പോൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞത് അങ്ങോട്ട് പോകാൻ വേണ്ടിയാ. ഓ അപ്പോൾ അതാണ് ആ കാര്യം. ഞാൻ കരുതി കുഞ്ഞ് അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ വേറെ ആയിരിക്കുമെന്ന്. കുഞ്ഞ് സ്വപ്നം കണ്ട് ഇറങ്ങിപ്പോയതാ, വേറെ ഒന്നും അല്ല. നിങ്ങളിനി കയറി അകത്ത് കയറി കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞിട്ട് ജയശ്രീയും അച്ഛനും അമ്മയും അങ്ങ് പോവുകയാണ്. ശാലിനി അന്നേരം പപ്പിമോളെ വിളിക്കുക, പപ്പിമോളെ വാ നമുക്ക് അകത്തോട്ട് പോ. ഇല്ല ഞാൻ വരില്ല, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, ഞാൻ എങ്ങോട്ടും ഇല്ല, ഞാൻ അകത്തോട്ട് കയറത്തില്ല എന്നും പറഞ്ഞ് പപ്പി ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ സത്യമോള് വന്ന് പപ്പിയെ വിളിക്കുക, പപ്പി നീ വാ. ഇല്ല ഞാൻ വരത്തില്ല, നാളെ നിൻ്റെ അമ്മയെ കൊണ്ടുപോയി കാണിക്കാം, ഇപ്പം നീ ഇങ്ങോട്ട് വാ, നാളെ തീർച്ചയായിട്ടും നിൻ്റെ അമ്മയെ കൊണ്ടുപോയി കാണിക്കാം എന്ന് നിർബന്ധിച്ച് പറഞ്ഞ് പപ്പിയെ അങ്ങനെ അകത്തോട്ട് കൊണ്ടുപോവാണ് സത്യ. വിഷ്ണു ഇതൊക്കെ കണ്ട് ആകെ ടെൻഷനിൽ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെയാണ് ശാലിനി ആകെ കൺഫ്യൂഷനിലാണ്. പപ്പിമ്മയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാണ് ശാലിനി. ശ്യാമയാണല്ലോ അമ്മയായിട്ട് കണ്ടിരിക്കുന്നത്, രോഹിത്തിനെ അച്ഛനായിട്ടും. അപ്പോഴവരെ കാണാത്തതിൻ്റെ വിഷമമാണല്ലോ എൻ്റെ മോൾ അനുഭവിക്കുന്നത്. പെട്ടെന്ന് ശാലിനി വിഷ്ണുവോട് പറയാം, വിഷ്ണുവേട്ടാ എത്രയും പെട്ടെന്ന് ശ്യാമയും രോഹിത്തിനെയും വിവരം അറിയിക്കണം, ഇതിനി ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ശാലിനി അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വിഷ്ണുവിനും മനസ്സിലാകുന്നുണ്ട്. വിഷ്ണു അത് സമ്മതിക്കുവാണ്. രാവിലെ വിഷ്ണുവാണെങ്കിൽ ആരോടോ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ശാലിനിയെ കൊണ്ടുപോകുന്ന ആ വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുവാണ്. അങ്ങനെ വിഷ്ണു ആ വണ്ടി നന്നാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആ വർക്ക്ഷോപ്പിലുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമലനാണെങ്കിൽ രാഘവേട്ടനെയും പിള്ളയും ആ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നവിടെ ഇറക്കി വിടുവാണ്. അയ്യോ വാതിൽ അടഞ്ഞു കിടക്കുവാണല്ലോ എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ രാഘവേട്ടൻ പറയുന്നു, അകത്താളുണ്ട്, താനൊന്ന് ബെല്ലടിച്ച് നോക്ക്. അങ്ങനെ പിള്ള ബെല്ലടിച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് കമലനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് വേറൊരു ഓട്ടോ ഉണ്ട് എന്നും പറഞ്ഞ് കമലൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് വിഷ്ണു വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ രാഘവേട്ടനും പിള്ളയും ഉണ്ട്. വിഷ്ണു അവരെ കണ്ട് വളരെ സന്തോഷത്തോടെ, അല്ല എല്ലാവരും ഉണ്ടല്ലോ, പിള്ളച്ചേട്ടനും ഉണ്ടല്ലോ, എന്താ ഒന്ന് വിളിച്ചു പറയാഞ്ഞത് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ രാഘവേട്ടൻ പറയുക, നിന്നെ ഒന്ന് കാണാനായിട്ട് ഞാനിങ്ങോട്ട് വന്നതാ. അപ്പോൾ വിഷ്ണു ചോദിക്കുക, ഞാനിവിടെ ഉണ്ടെന്ന് അച്ഛനോട് ആര് പറഞ്ഞ്? അത് കമലനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്, പക്ഷേ അവന് വേറെ ഓട്ടം ഉള്ളതുകൊണ്ട് അവൻ പെട്ടെന്ന് അങ്ങ് പോയി. എന്നിട്ട് രാഘവേട്ടനും പിള്ളയും ഒക്കെ അകത്തോട്ട് കയറിയിരിക്കുവാണ്. മക്കളിരിക്കും എന്നും പറഞ്ഞ് രാഘവേട്ടൻ വിഷ്ണുവിനെയും പിടിച്ചടുത്തിരുത്തുന്നുണ്ട്.
എന്നിട്ട് രാഘവേട്ടൻ വിഷ്ണുവിനോട് പറയാ, മോനെ നീ വീട് വരെ ഒന്ന് വരണം, വന്നിട്ട് ഫാമയെ ഒന്ന് കാണണം. മോൻ ഫാമയോട് സംസാരിക്കുകയും വേണം. അതെന്തിനാച്ചാ, അമ്മയുടെ സ്വഭാവം അച്ഛൻ അറിയാവുന്നതല്ലേ എന്നിങ്ങനെ വിഷ്ണു പറയുവാണ്. വിഷ്ണു ഒരു ചെറിയ പിണക്കവും പരിഭവവും ഒക്കെ കലർത്തിയാണ് പറയുന്നത്. അപ്പോൾ രാഘവേട്ടൻ പറയാം, എടാ നമുക്കെല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കണ്ടേടാ, നമ്മളെല്ലാവരും കൂടെ ഒരു കുടുംബമായി നമ്മുടെ സ്വന്തം വീട്ടിൽ പോയി താമസിക്കണ്ടേ. ഓ എനിക്ക് മനസ്സിലായി, അച്ഛനപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്ക് കൊട്ടേഷനും കൊണ്ട് വന്നതല്ലേ. ഇത്രയും നേരം ഇതെല്ലാം കേട്ടോണ്ട് നിന്ന പിള്ള പറയാം, അയ്യോ മോനെ ഇപ്പം സത്യാമ്മ പഴയതുപോലെ ഒന്നുമല്ല, മനസ്സിൽ വാശിയും വൈരാഗ്യവും ഒന്നുമില്ല, എല്ലാവരെയും ഇപ്പം സ്നേഹിക്കണം എന്നൊക്കെ പിള്ള പറയുമ്പോൾ രാഘവേട്ടൻ പറയാം, അതാ മോനെ നീ വന്ന് അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ വിഷ്ണു രാഘവേട്ടനെ ചോദിക്കുക, ശാലിനിയുടെ കാര്യത്തിൽ എന്താ തീരുമാനമെന്ന് അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാനെങ്ങനെ അങ്ങോട്ട് വരുന്നത്? അപ്പോൾ രാഘവേട്ടൻ പറയാം, ഇല്ലടാ മക്കളെ, നിൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ ആകെ മാറി, ഇപ്പോൾ എല്ലാവരോടും നല്ല സ്നേഹമാണ്, അതുകൊണ്ടാടാ മോനെ നീ വന്ന് സംസാരിക്കാൻ പറഞ്ഞത്. അപ്പോൾ പിള്ളയും പറയുന്നുണ്ട്, നമ്മുടെ ആ പഴയ വീട്ടിൽ പോയി നമ്മൾ താമസിക്കുന്നത് നമ്മുടെ ഒരു സ്വപ്നമല്ലേ കുഞ്ഞെ. അങ്ങനെ രാഘവേട്ടനും പിള്ളയും പറയുന്നത് കേട്ട് വിഷ്ണു പറയാം, ശരി ഞാൻ വരാം, അവസാനത്തെ ശ്രമം വന്ന പോലെ വന്ന് സംസാരിക്കാം. അപ്പോൾ രാഘവേട്ടൻ പറയാം, എടാ മോനെ ഞങ്ങളാരും ഇവിടെ ഒട്ട് വന്നിട്ടുമില്ല, നിന്നോടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ രാഘവേട്ടൻ വീണ്ടും പറയുന്നുണ്ട് വിഷ്ണുവിനോട്. രാഘവേട്ടന് വലിയ സന്തോഷമാണ് എല്ലാവരും കൂടെ ചേർന്ന് ആ പഴയ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ സത്യാമ്മയുടെ മനസ്സ് മാറിയത് മനസ്സിലാക്കിക്കൊണ്ട് രാഘവേട്ടൻ വിഷ്ണുവിനെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. വിഷ്ണു വന്ന് അമ്മയെ വിളിക്കണം, അമ്മ തീർച്ചയായിട്ടും വരും എന്നൊക്കെയാണ് പറയുന്നത്. ഈ സമയം ശാരദാമ്മയുടെ ഹോട്ടലിലെ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. കുറുപ്പുമാഷും ഗോപാലൻ ചേട്ടനും ശാരദാമ്മയും ശാരിയൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അവരങ്ങനെ കേരളത്തിലെ കൃഷിയെക്കുറിച്ചും ബംഗാളികൾ വന്നിവിടെ എല്ലാം നടത്തുന്ന കാര്യത്തെക്കുറിച്ചും അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ശങ്കരേട്ടൻ ഓടിക്കതച്ച് വരുന്നുണ്ട്. വന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുന്നു, ശാരദാമ്മയെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നിങ്ങളുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നും ഒരു പട്ടിയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അത് കേട്ട് ഗോപാലേട്ടനെ ഒന്ന് പേടിച്ചിട്ട് പെട്ടെന്നങ്ങ് ചാടി എഴുന്നേൽക്കുവാണ്. ശാരദാമ്മയാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുക, അത് മനുഷ്യൻ്റെ കൈപ്പത്തിയ എന്നും പറഞ്ഞ് കുറുപ്പ് സാറും എഴുന്നേൽക്കുവാണ്. അന്നേരം ഇത്രയും ബഹളവും ആളും പോലീസും ഒക്കെ വന്നിട്ടിപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്തായാലും മനുഷ്യരെ കൊന്ന് കുഴിച്ചു മൂടാതെ മനുഷ്യൻ്റെ കൈപ്പത്തി വരില്ലല്ലോ. ഇനിയിപ്പോൾ ആരെയാണോ കൊന്നത് എന്നൊക്കെ അറിയാം. ആ കുടിയൻ കുമാരനാണ് ആദ്യമായിട്ട് പോലീസിനെ കണ്ടത്. എന്തായാലും അവൻ പെട്ട്. ഇനി പോലീസ് അവിടെ കയറി ഇറങ്ങിക്കോളും. കുമാരനാണിപ്പോൾ സാക്ഷി. ഇനിയിപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് കുടുംബങ്ങൾ എന്നൊക്കെ കണ്ടറിയാം എന്നിങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ട് ശാരദാമ്മയാകെ പേടിച്ച് തല ചുറ്റുന്ന പോലെ വരുന്നുണ്ട്. ആ സമയത്ത് ശാലിനി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ അമ്മ ഇവിടെ കാര്യം എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ശങ്കരനാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അവിടെ ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി കിടക്കുന്നുണ്ടെന്നും ചിലപ്പോൾ പുഴയിൽ കൂടി ഒഴുകി വരുന്ന ഏതെങ്കിലും ബോഡിയുടെ കൈപ്പത്തി ആയിരിക്കുമെന്നും ബോഡി അഴുകി തുടങ്ങിയപ്പോൾ കൈപ്പത്തി അറ്റു വന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശാരദാമ്മയ്ക്ക് ബോധം കിടന്ന പോലെ വീഴുവാണ്. പെട്ടെന്ന് എല്ലാവരും കൂടെ ശാരദാമ്മ ഇങ്ങനെ താങ്ങി പിടിക്കുകയും ശാലിനി വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗോപാലേട്ടന് ഉള്ളുകൊണ്ട് ആകെ ഒന്ന് പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ശാരദേ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോപാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ശാരദാമ്മയപ്പോൾ ഭയന്ന് വിറച്ച് ദയനീയമായി ഗോപാലേട്ടനെ ഒന്ന് നോക്കുവാണ്. എന്നിട്ടാണെങ്കിൽ നസീറിൻ്റെ ആ മരണം അവിടെ വെച്ച് സംഭവിച്ചതൊക്കെ ശാരദാമ്മയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടുവാണ്. അന്നേരം ഗോപാലേട്ടൻ പറയുന്നുണ്ട്, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, ഏതോ ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി ഏതോ ഒരു പട്ടി കടിച്ചോണ്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് എവിടെയായിട്ടാണ് കിടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു, അത് ശാരദാമ്മയുടെ പറമ്പില്ലേ, അതിൻ്റെ തൊട്ടടുത്ത പറമ്പിലാണ്, അവിടുന്ന് ആ കൈപ്പത്തി പട്ടി കടിച്ചെടുത്തോണ്ട് ശാരദാമ്മയുടെ പറമ്പിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് വീണ്ടും തലചുറ്റൽ വരുന്നുണ്ട്. ഗോപാലേട്ടൻ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ശാരദാമ്മയ്ക്ക് ടെൻഷൻ ഒന്നുകൂടെ കൂടി വരുവാണ്. ശാരദാമ്മ എത്ര ശ്രമിച്ചിട്ടും ശാരദാമ്മയ്ക്ക് സമാധാനപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴങ്ങോട്ട് ഒരാൾ ഓടി വന്ന് പറയുക, നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങളുടെ പറമ്പിലാ ഏതോ ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി പട്ടി കടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുന്നത്. അപ്പോഴവിടെ നിൽക്കുന്ന ശങ്കരേട്ടൻ പറയുക, ഇനിയിപ്പോൾ 6 മാസത്തിനകം കാണാതെ പോയവരുടെയൊക്കെ ലിസ്റ്റ് പോലീസുകാരെടുക്കും. ആരൊക്കെ കുടുങ്ങും ആരൊക്കെ പോവും എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയാം. കേരള പോലീസല്ലേ, എന്തായാലും കുറ്റവാളികളെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയും ഗോപാലേട്ടനും
ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഗോപാലേട്ടനും ആകെ പേടിച്ച് നിൽക്കുവാണ്. മുഖത്ത് ചെറിയ പേടിയുടെ ഒരു ലക്ഷണം കാണിക്കുന്നുമുണ്ട്. പക്ഷേ ഈ സമയത്ത് ശാലിനി അതൊരു വലിയ കാര്യമായിട്ടൊന്നും കാണുന്നതുമില്ല. ശാരിക എന്ന ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് അനുപല്ലവിയുടെ ഒരു ഫോൺ വരുന്നുണ്ട്. അനു, ഞാൻ വരുന്നുണ്ട് എന്നും പറഞ്ഞ് ശാലിനി പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. ഈ സമയത്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് ചന്ദ്രബോസും കുറേ പോലീസുകാരും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും കുറേ നാട്ടുകാരും ഒക്കെ ഓടിക്കൂടിയിട്ടുണ്ട്. കുടിയൻ കുമാരനും ഉണ്ട്. ഗോപാലേട്ടനും ശാരദാമ്മയും ശാരികയൊക്കെ ഇങ്ങനെ മുറ്റത്തിറങ്ങി നിൽക്കുവാണ്. ചന്ദ്രബോസ് അങ്ങനെ അവരെ ചോദ്യം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുവാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. നിങ്ങളിൽ നിന്നുള്ള മറുപടി കിട്ടിയാലേ എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചന്ദ്രബോസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗോപാലേട്ടൻ പറയുവാണ്, ഏതോ ഒരാളിൻ്റെ കൈപ്പത്തി ഏതോ ഒരു തെരുവുപട്ടി കടിച്ചോണ്ട് വന്ന് അത് ഞങ്ങളെന്ത് വേണം? അപ്പോൾ ചന്ദ്രബോസ് പറയുന്നു, അത് നിങ്ങളുടെ പറമ്പിൽ നിന്നാണ് നായ കടിച്ചോണ്ട് വന്നത്. അത് കണ്ട ദൃക്സാക്ഷിയുമുണ്ട്. ഇതൊരു കൊലപാതകമാണ്, ഒഴിഞ്ഞു മാറാനൊന്നും ശ്രമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. അപ്പോൾ കുമാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. കുമാരനോട് ചന്ദ്രബോസ് ചോദിക്കുന്നു, പട്ടി എവിടുന്നാണ് ഇറങ്ങി വന്നത്? അത് ശാരദാമ്മയുടെ പറമ്പിൽ നിന്നാണ്. അത് കേട്ടിട്ട് ശാരദാമ്മ പറയാം, ദേ കുമാര, അനാവശ്യം പറയരുത്. നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? എൻ്റെ പറമ്പിൽ നിന്ന് കണ്ടെന്നോ? അതെ, ഞാൻ കണ്ടതാണ്, ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ് എന്നൊക്കെ കുമാരൻ പറയുവാണ്. കുമാരനാണെങ്കിൽ കുടിച്ച് പൂസായി നേരെ ഒന്ന് നിൽക്കാൻ പോലും വയ്യാതെ ആടിയാടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശാരിക അങ്ങോട്ട് വന്നിട്ട് ചന്ദ്രബോസിന് പറയാം, സാറേ, ഇയാൾ വൈരാഗ്യം തീർക്കുവാണ്. കഴിഞ്ഞ ദിവസം ഇയാൾ കുടിച്ചിട്ട് കടയിൽ വന്ന് വഴക്കുണ്ടാക്കിയിരുന്നു. അതിന് ഞാൻ ഇയാളെ വഴക്ക് പറയുകയും ചെയ്തു. അച്ഛനുമായിട്ടൊരു ഉന്തും തള്ളലും ഒക്കെ ഉണ്ടായി. അതിൻ്റെ വൈരാഗ്യം തീർക്കുവാണ് ഇയാളിപ്പോൾ. കിട്ടിയ അവസരം മുതലെടുക്കാനായിട്ട് വന്നിരിക്കുക അയാൾ എന്നൊക്കെ ശാരിക പറഞ്ഞെങ്കിലും ചന്ദ്രബോസ് അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. ചന്ദ്രബോസിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരെ കേസിൽ ഉൾപ്പെടുത്തണമല്ലോ, ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണല്ലോ ചന്ദ്രബോസ് നടക്കുന്നത്. അപ്പോൾ ചന്ദ്രബോസ് പറയുവാണ്, കൊന്നു കുഴിച്ചു മൂടിയപ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ, പട്ടി ഇതൊക്കെ പൊക്കിയെടുത്തോണ്ട് വരുമെന്ന്. നായ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രയോജനമുണ്ട്, മനുഷ്യൻ്റെ മണം അതെവിടായാലും കണ്ടുപിടിച്ചോണ്ട് വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോപാലേട്ടനെ നോക്കിയിട്ട് പറയുന്നു, പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല അല്ലേ സാറേ? ദേവി, അത് ഞങ്ങളെ ഇതിനകത്തോട്ടൊന്നും വലിച്ചടയ്ക്കല്ലേ, ഞങ്ങൾ നിരപരാധികളാണ് എന്നൊക്കെ ഗോപാലേട്ടൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ പറമ്പിൻ്റെ അപ്പുറം വിജനമായ ഒരു സ്ഥലമാണ്, അതിനപ്പുറം പുഴയുമാണ്. അപ്പോൾ ആ പുഴയിൽ കൂടെ ഒഴുകി വന്ന ഏതെങ്കിലും ബോഡിയുടെ കൈപ്പത്തി ആയിരിക്കില്ലേ? അതിനും സാധ്യതയില്ലേ സാറേ എന്നൊക്കെ ഇങ്ങനെ ഗോപാലേട്ടൻ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ആകാം, പക്ഷേ ഞാൻ നിങ്ങളെ സംശയിക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട്. പിന്നെ ഈ കുടിയൻ പറയുന്നത് ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. കുടിയനല്ലേ, അവൻ എപ്പോൾ വേണമെങ്കിലും കാല് വാരാം. പിന്നെ കുറേ നാളുകൊണ്ട് ഒരാളെ ഇവിടുന്ന് കാണാതായിട്ടുണ്ട്. പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നസീർ അവസാനമായിട്ട് ഫോൺ കോൾ ചെയ്തത് ഇവിടെ വെച്ചാണ്. അങ്ങനെ നോക്കുമ്പോൾ നസീറിനെ കൊന്നു കൊഴിച്ചു മൂടിയത് നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണല്ലോ. കൊന്നിട്ട് ബോഡിയെ മുറിച്ച് പല പല പാർട്സുകളായി പറമ്പിലൊക്കെ കൊണ്ടിട്ടിരിക്കുവാണോ? അതോ ഒരുമിച്ച് എവിടെങ്കിലും കൊണ്ടിട്ടിരിക്കുവാണോ? ഇനി ഇതിൻ്റെ പിന്നിൽ വല്ല IAS ബുദ്ധി വല്ലതും ഉണ്ടോ? പിടിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ? എന്തായാലും ഞാൻ നിങ്ങളുടെ പേരിൽ കേസെടുക്കും, നസീറിനെ വിളിച്ചു വരുത്തി ആസൂത്രിതമായ കൊലപാതകം നടത്തിയതിന് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ ആ കുടിയൻ കുമാരൻ പറയോ, ആഹാ, അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടോ ഇവിടെ? ശാരദാമ്മയും ഗോപാലേട്ടനും ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. ശാരിക അവരെ നോക്കുന്നുണ്ട്. ശാരികയ്ക്കും ആകെ പേടി തോന്നുവാണ്. ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം ശാരദാമ്മയും ഗോപാലേട്ടനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശാരദാമ്മയാണെങ്കിൽ നസീർ അവിടെ വന്ന കാര്യവും അന്നുണ്ടായ സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഓർക്കുവാണ്. ചന്ദ്രബോസ് എന്തായാലും കരുതിക്കൂട്ടി തന്നെ വന്നിരിക്കുവാണ്. ശാലിനിയോടുള്ള വൈരാഗ്യം ഉണ്ടല്ലോ, എന്തായാലും ഇവരെ കേസിൽ ഉൾപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെയും ഗോപാലേട്ടൻ നസീറിൻ്റെ ബോഡി എവിടെ കുഴിച്ചിട്ടതെന്ന് ശാരദാമ്മ ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. ഗോപാലേട്ടനെ ആ പറമ്പിൽ തന്നെ ആണോ കുഴിച്ചിട്ടത്, അതോ വേറെ വല്ലയിടമാണോ എന്നുള്ളതൊക്കെ ഇനി നമുക്കറിയണമെങ്കിൽ ഗോപാലേട്ടൻ തന്നെ വാ തുറന്ന് പറയണം. അപ്പോൾ അതിനുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.